ടൈം സ്കൂൾ വിട്ട് വന്നിട്ട് കഴിക്കുന്ന ഒക്കെ ഇങ്ങനെ ആ ഡിഷസൊക്കെ ഒന്ന് ഓർത്തപ്പം പെട്ടെന്ന് എനിക്ക് മുട്ടേനെ കൊണ്ട് ഒരിത് കിട്ടി. സ്കോട്ടിഷ് എഗ്ഗാണ് അതിൻ്റെ പേര്. ഇതെനിക്ക് അച്ഛൻ പറഞ്ഞു തന്നതാണ്. നല്ല സ്പൈസി ഡിഷാണ്. ഇത് സാധാരണ കുട്ടികൾക്കൊന്നും മറ്റേ ഇതിൻ്റെ യോക്ക് ഇഷ്ടമല്ല, ഈവൻ എനിക്കിഷ്ടമല്ല. അപ്പം ഇത് ആ യോക്കിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാക്കാൻ വേണ്ടിയിട്ട് ഇത് യോക്ക് ഈ മുട്ടേൻ്റെ ഈ മസാലയിൽ പൊടിച്ചിട്ടിട്ട് കഴിക്കുന്നതാണ്. നല്ല സ്പൈസി സോസൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. മൊസറല്ല സ്റ്റിക്സ്, ഫ്രൈഡ് മൊസറല്ല സ്റ്റിക്സ്. അത് ഒരു ചീസ് ഐറ്റമാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ബാറ്റർ തയ്യാറാക്കാൻ കോൺഫ്ലോർ വേണം, ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, സോൾട്ട്, വാട്ടർ തന്നെ വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടത്. എനിക്ക് തോന്നുന്നു ക്യാരറ്റ് ഹൽവ നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ ക്യാരറ്റ് ഹൽവേൻ്റെ അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു പാലൊഴിച്ചിട്ട് അതിലേക്ക് ക്യാരറ്റ് ചുരട്ടിയത് ഇടുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഇളക്കുക. എന്നിട്ട് അത് അതിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ട് തിക്കായി വരുന്ന വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. തിക്കായി വന്നതിന് ശേഷം ഒരു പരന്ന പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് മാറ്റിയതിന് ശേഷം അതിൽ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം. അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ നെയ്യിലിട്ട് വാടുത്തതൊക്കെ ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാം. ചെമ്മീൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ചെമ്മീൻ വട ഉണ്ടാക്കാൻ. അത് നല്ലൊരു സ്നാക്കാണ്, നല്ല ടേസ്റ്റുള്ള. നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന സാധനങ്ങളുമാണ് നമ്മൾ അതിനകത്ത് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ഈവനിങ് സ്നാക്ക് എന്ന് പറയുമ്പോൾ ആദ്യം ഒന്ന് പതറിയെങ്കിലും കുറേ ഈവനിങ് സ്നാക്കിൻ്റെ എനിക്കറിയാവുന്ന ഡിഷിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കാണ് എനിക്കറിയാവുന്നതിൽ പറഞ്ഞത് ഉന്നക്കായ എന്ന് പറഞ്ഞത്. അപ്പോൾ ഷെഫ് പറഞ്ഞു ഉന്നക്കായ കൊള്ളാലോ, അതൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. ഉന്നക്കായക്ക് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ ഏത്തപ്പഴം വേണം, പഞ്ചസാര വേണം, തേങ്ങ വേണം, മുട്ട വേണം. ഇത്ര മതി ഉന്നക്കായക്ക്. വളരെ കുറച്ച് സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ വേണ്ട സ്വാദിഷ്ടമായ ഒരു ഈവനിങ് സ്നാക്കാണ് ഉന്നക്കായ. അധികം വെന്ത് പോകാനും പാടില്ല, അധികം വേവാതിരിക്കാനും പാടില്ല. അങ്ങനെ ഉന്നക്കായ ഉണ്ടാക്കുന്നത്. അതിൻ്റെ മീഡിയം വേവാണ് അതിന് പറ്റുന്നത്. എന്നിട്ട് അത് അങ്ങനെ ഉടച്ചിട്ട് ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലാക്കാൻ പറ്റും. അതിങ്ങനെ കുഴച്ചിട്ട് ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലാക്കാൻ പറ്റും.
അതങ്ങനെ ആക്കിയിട്ട് നമ്മൾ തേങ്ങയും മുട്ടയും പഞ്ചസാരയും കൂടി വിളയിക്കണം. മുട്ട ഒഴിച്ചിട്ട് അപ്പം തന്നെ തേങ്ങയും പഞ്ചസാരയും കൂടി ഇട്ട് വിളയിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന പഴം ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് അത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഷെഫ് മാസ്റ്റർ ജൂനിയറിൽ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവരും തകൃതിയായിട്ട് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ കട്ട് ചെയ്യണു, ഒരാൾ അത് ചെയ്യണു, ഇത് ചെയ്യണു, എന്തൊക്കെയാണ്, ഫുൾ കളർഫുൾ ആണ്. എന്തായാലും എന്തൊക്കെയാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നമുക്ക് ഓരോരുത്തരടുത്തും ചെന്നിട്ട് എന്താണ് അവരുണ്ടാക്കുന്ന സ്പെഷ്യൽ ഡിഷ് എന്ന് നമുക്ക് ചോദിക്കാം, അല്ലേ? ഓൾറൈറ്റ്, ഫർഹ, ഹായ്, എന്താണെന്ന് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് വേണ്ടി? ഞാൻ ഉണ്ടാക്കുന്ന ബേക്ക്ഡ് എഗ്സ് ആണ്. ബേക്ക്ഡ് എഗ്സ്, ഓക്കെ. എന്തൊക്കെ വേണം? കുറെ പച്ചക്കറികൾ, എഗ് വേണം, പിന്നെ ഫ്രഷ് ക്രീമും കുറച്ച് സോൾട്ടും പെപ്പറും ആണിത്. മിക്സ് ചെയ്ത് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ മോൾഡിൽ ഈ വെജിറ്റബിൾസ് ഇട്ട് ഈ മിക്സർ ഒഴിച്ച് മോൾഡിൽ വെച്ച് ഓവൻ വെച്ച്. ഇതിന്റെ പ്രത്യേകത ഇത് നല്ല സോഫ്റ്റ് ആണ്, നല്ല എളുപ്പമാണ് തിന്നാൻ, നല്ല ചൂടോടെ തിന്നണം. യെല്ലോ കളറാണ്. പിന്നെ ഓവനിൽ വെക്കുമ്പം അത് നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പം അത് ലൈറ്റ് ബ്രൗൺ ആവും. പിന്നെ ഇതിൽ മെയിൻലി വെജിറ്റബിൾസ് ഉണ്ട്, സ്പിനാച്ച് ഉണ്ട്, ഹെൽത്തിന് നല്ലതാണ്. ഇതൊക്കെ വീട്ടിൽ നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറൈറ്റ്, അപ്പൊ നല്ല നല്ല ടേസ്റ്റി, നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെ ആയിരിക്കും, അല്ലേ? ഓഫ് കോഴ്സ്. അപ്പം ഓൾ ദി ബെസ്റ്റ്. നന്നായി ചെയ്യൂ, കിട്ടുന്ന ടൈം നന്നായി യൂട്ടിലൈസ് ചെയ്യൂ. ഓക്കെ. ഇതെന്താ സംഭവം? ഇത് ഞാൻ ഉണ്ടാക്കുന്നത് സമ്മർ ബ്രിട്ടീഷ് സാലഡ് ആണ്. ഒന്നും കൂടെ പറയോ? എനിക്ക് മനസ്സിലായില്ല. സമ്മർ ബ്രിട്ടീഷ് സാലഡ്. ഓക്കെ, സമ്മർ ബ്രിട്ടീഷ് സാലഡ്. കേട്ടല്ലോ എല്ലാരും? ഇത് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് മിക്സ്ഡ് ആണോ? അങ്ങനെയാണോ? ചിക്കനും മാംഗോ ആണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ചിക്കനും മാംഗോ. ഈ ഡിഷ് ബ്രിട്ടൻ നാട്ടിൽ സമ്മറിൽ നമ്മൾ സാധാരണ ഹോട്ട് ടൈമിൽ നമ്മുടെ ബോഡി ഒന്ന് കൂൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ മിൻറ്റ് ചേർക്കുന്നുണ്ട്. മിൻറ്റ് നല്ലൊരു ബോഡി തണുപ്പിക്കാൻ വേണ്ടി നല്ലൊരു ഐറ്റം, ലീഫി വെജിറ്റബിൾ ആണ് മിൻറ്റ്. അതുപോലെ തന്നെ മാംഗോ നമ്മുടെ സ്കിൻ ടോണൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ മാംഗോ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സാധാരണ ഇത് ലെഫ്റ്റ് ഓവർ ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ കുക്ക് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുന്ന ചിക്കൻ, ലെഫ്റ്റ് ഓവർ ചിക്കൻ വെച്ചിട്ടാണ് സാധാരണ സമ്മർ ബ്രിട്ടീഷ് സാലഡ് ഉണ്ടാക്കാറ്. പക്ഷേ നമുക്കിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പറയുമ്പോൾ നമുക്ക് സാധാരണ ചിക്കൻ തന്നെ കട്ട് ചെയ്ത് പീസായിട്ടുള്ള ചിക്കൻ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാവുന്നത്. ശരി ശരി ശരി, ചെയ്തോളൂ. ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഞാനൊരു ഡിസ്റ്റർബൻസ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ചെയ്തോളൂ ചെയ്തോളൂ കേട്ടോ. കൈ മുറിയാണ്ട് നോക്കണം. എന്താണെന്ന്? ബീട്രൂട്ട് കേസരിയാണ് ഉണ്ടാക്കുന്നത്. ബീട്രൂട്ട് കേസരി. കേസരി, ഓ സ്വീറ്റ് ഡിഷ് ആണല്ലേ? ഓക്കെ. ബീട്രൂട്ടൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയല്ലോ?
കുറച്ച് ഓക്കെ ഓക്കെ ഓക്കെ. ബീട്രൂട്ട് കേസരിയാണ് നമുക്ക് ആദ്യത്തെ എന്തായാലും നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ബീട്രൂട്ട് ചെയ്തോളൂ. ഞാനിവിടെ ജസ്റ്റ് വന്നോന്നുള്ളൂ, എന്തൊക്കെയാ ചെയ്യണതെന്ന് എനിക്കും കണ്ട് പഠിക്കണ്ടേ, അതിനു വേണ്ടി വന്നതാ. ബീട്രൂട്ട് കേസരി എന്ന് പറയുന്നത് സാധാ കേസരിയും കാട്ടി കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. ഒരിക്കലും ആരും മനസ്സിൽ വിചാരിക്കാത്ത ഒരു രീതിയിലാണ് ഞാനിവിടെ ബീട്രൂട്ട് കേസരി ഉണ്ടാക്കുന്നത്. വളരെ സ്വാദിഷ്ടവും വളരെ രുചിയും കൂടിയതാണ് ഈ കേസ്. ഇത് നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ട്. അമ്മ പഠിപ്പിച്ചതോ അത് ആര് പഠിപ്പിച്ചു തന്നെ? ഞാൻ തനിയെ ഉണ്ടാക്കി വെക്കിയതാണ്. ഓക്കെ, അല്ലാത്ത കേസരി നമ്മളെല്ലാവരും കഴിച്ചു നോക്കിയില്ല. ഇനി ബീട്രൂട്ട് കേസരി ഫസ്റ്റ് ടൈമാണ് ഞാൻ എന്തായാലും കഴിക്കാൻ പോണത്. അപ്പം എന്തായാലും ബീട്രൂട്ട് കേസരിക്കായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മളെ ജഡ്ജസ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ബീട്രൂട്ട് കേസരി ഞാൻ ആദ്യമായിട്ട് കേൾക്കാൻ എന്തായാലും ഇനി അടുത്ത ആള്. ഹലോ ജോ, ഹൗ ആർ യു? ടെൻഷനൊക്കെ ഉണ്ടോ? കുറച്ചുണ്ടോ? എന്തിനു? നമുക്ക് എല്ലാവർക്കും നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കുന്നതിന് എന്തിനാ ടെൻഷൻ? എന്താ ഉണ്ടാക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കോൾഡ് കോഫി ആക്കി. കോൾഡ് കോഫി ഡ്രിങ്ക് റെഡിയാക്കി. ഓക്കെ. ഓഹോ, പിന്നെ കോഫി ക്രീം വീൽ. മാരി ബിസ്ക്കറ്റ് പൊടിച്ചത് ഒരു ചപ്പാത്തി പരുവാക്കി, കാപ്പി ഒഴിച്ചൊരു ചപ്പാത്തി പരുവാക്കി, അത് നല്ലവണ്ണം റോൾ ചെയ്ത്, ഈ ക്രീം എന്ന് പറയുന്നത് ഒരു ബട്ടർ, പിന്നെ ഷുഗർ, പിന്നെ വാനില എസൻസ് മിക്സ് ചെയ്ത ഒരു ക്രീം ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് റോൾ ചെയ്ത് ഫോയിൽ കൊണ്ട് റോൾ ചെയ്ത് ഫ്രീസറിൽ വെച്ച് നല്ല തണുക്കുമ്പോൾ ഇത് വീൽ പോലെ കട്ട് ചെയ്യും. ഹലോ, എന്തുണ്ടാക്കുന്നത്? സ്കോട്ടിഷ് ഷേക്ക്. ഇത് നമ്മൾ മുട്ട വേവിച്ചിട്ട് 2 പീസായി പകുതിയായിട്ട് മുറിക്കണം. എന്നിട്ട് നമ്മൾ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ടിട്ട് മസാലയാക്കണം. നല്ല മിക്സ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഈ മസാല ഈ മുട്ടേൻ്റെ ഉള്ളിൽ ആ ഒരു യോക്കിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടാവും, ആ ഭാഗത്തേക്ക് ഇതിടണം. ഈ യോക്ക് എന്നിട്ട് നമ്മൾ പൊടിച്ചിട്ടിട്ട് ഈ മസാലേൻ്റെ കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ സോസ് ഇതിൻ്റെ മുകളിൽ ഒഴിക്കണം. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th. ഓക്കെ ഫൈൻ. അപ്പോൾ എന്തായാലും നന്നായിട്ട് എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ ഇതെന്തായാലും ട്രൈ ചെയ്തത് നന്നായിട്ട് പറഞ്ഞു തന്നിട്ട് കുട്ടി നന്നായിട്ട് ഉണ്ടായിക്കോളൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഹലോ, എന്താ മൊസറല്ല സ്റ്റിക്സ്? ഈ മൊസറല്ല എന്താ? ചീസ്. ഓഹോ, എനിക്കറിയില്ലായിരുന്നു കേട്ടോ, സോറി. അപ്പൊ ഇതൊക്കെ റെഡിയാക്കി വെച്ചു. കഴിഞ്ഞോ? പരിപാടിയൊക്കെ കഴിഞ്ഞോ? റെഡിയാണ്? ഓ, ഫ്രൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാം കൂടി ഒരുമിച്ച് ഫ്രൈ ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ കൺട്രോൾ ചെയ്തില്ല. ഓ, അതുകൊണ്ടാണല്ലേ. കൺട്രോൾ കിട്ടില്ല, എല്ലാം കൂടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇത് ആരാ പറഞ്ഞെന്ന് ഈ ഡിഷിനെ കുറിച്ച് പഠിപ്പിച്ചെന്ന്? ആരാ? ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി പഠിച്ചണോ? അപ്പൊ ഇവിടുത്തെ ഈ ഷെഫ് മാസ്റ്റർ ജൂനിയേഴ്സ് എല്ലാവരും ഞാൻ ചോദിച്ചപ്പം മോസ്റ്റ്ലി എല്ലാവരും തനിയെ അവരെന്നെ പ്രിപ്പയർ ചെയ്താണ്, അവരെന്നെ കണ്ടുപിടിച്ചതാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്കിതാവുമ്പോൾ ടേസ്റ്റ് ചെയ്യാം അല്ലേ? എങ്ങനെ ഇഷക്കുട്ടി കണ്ടുപിടിച്ച് നല്ല ടേസ്റ്റി ആണ് അല്ലേ എന്നൊക്കെ അറിയണ്ടേ? അപ്പൊ നമുക്ക് ലാസ്റ്റ് നോക്കാം കേട്ടോ.